8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ബാക്കി ഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ദിനങ്ങളായ മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഈ ദിനങ്ങളെ വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ എന്ന് വിളിക്കുന്നു. അതായത് പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നു. അത് മാർച്ച് 21-നും സെപ്റ്റംബർ 21-നുമായിരിക്കും. ഈ രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഈ ദിനങ്ങളെ നമ്മൾ വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ എന്ന് വിളിക്കുന്നു. മാർച്ച് 21 വസന്ത വിഷുവവും സെപ്റ്റംബർ 23 ശരത് വിഷുവവുമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം വടക്കോട്ട് ഉത്തരായന രേഖ വരെയാണ്. ഇതിൻ്റെ ഫലമായി ജൂൺ 21-ന് ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. ഈ ദിവസം ഗ്രീഷ്മ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നു. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ, അതായത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം വടക്കോട്ട് ഉത്തരായന രേഖ വരെയാണ്. ഇതിൻ്റെ ഫലമായി ജൂൺ 21-ന് ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. ഇതിനെ ഗ്രീഷ്മ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നു. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിൽ ആയതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവപ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി പകൽ വെളിച്ചമായിരിക്കും. അതായത് മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവപ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായിട്ട് പകൽ വെളിച്ചമായിരിക്കും. ഇനി ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ പകലിൻ്റെ പ്രത്യേകതകൾ. 90 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയിൽ പകലിൻ്റെ ദൈർഘ്യം 24 മണിക്കൂർ ആയിരിക്കും. അതായത് 90 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയിൽ പകലിൻ്റെ ദൈർഘ്യം 24 മണിക്കൂർ ആയിരിക്കും. എന്നാൽ 66.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയിൽ പകലിൻ്റെ ദൈർഘ്യം 24 മണിക്കൂർ തന്നെയാണ്. അപ്പം 90 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയിലും 66.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയിലും പകലിൻ്റെ ദൈർഘ്യം 24 മണിക്കൂറായിരിക്കും. 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയിൽ പകലിൻ്റെ ദൈർഘ്യം 13 മണിക്കൂർ 27 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയിൽ പകലിൻ്റെ ദൈർഘ്യം 13 മണിക്കൂറും 27 മിനിറ്റും ആയിരിക്കും. 0 ഡിഗ്രി അക്ഷാംശ രേഖയിൽ പകലിൻ്റെ ദൈർഘ്യം 12 മണിക്കൂർ. അപ്പോൾ 0 ഡിഗ്രി അക്ഷാംശ രേഖയിൽ പകലിൻ്റെ ദൈർഘ്യം എത്രയാണ്? 12 മണിക്കൂറായിരിക്കും. 23 ഡിഗ്രി തെക്ക് അക്ഷാംശ രേഖയിൽ പകലിൻ്റെ ദൈർഘ്യം 10 മണിക്കൂർ 33 മിനിറ്റാണ്. എത്രയാണ്? 10 മണിക്കൂറും 33 മിനിറ്റുമാണ്. ഇനി 66 ഡിഗ്രി തെക്ക് അക്ഷാംശ രേഖയിൽ പകലിൻ്റെ ദൈർഘ്യം ഇല്ല. ഇനി 66 ഡിഗ്രി തെക്കാണെങ്കിൽ അതിനെന്തില്ല? പകലിൻ്റെ ദൈർഘ്യം ഇല്ല. 90 ഡിഗ്രി തെക്ക് അക്ഷാംശ രേഖയിൽ പകലിൻ്റെ ദൈർഘ്യം ഇല്ല. അപ്പോൾ 66 ഡിഗ്രിയിലും 90 ഡിഗ്രിയിലും എന്തില്ല? തെക്ക് ഭാഗത്ത്, അതായത് തെക്ക് അക്ഷാംശ രേഖയിൽ പകലിൻ്റെ ദൈർഘ്യമില്ല. ഇനി ധ്രുവപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ ശക്തമായ സൗരവാതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് ധ്രുവദീപ്തി. ധ്രുവപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ ശക്തമായ സൗരവാതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് എന്ത്? ധ്രുവദീപ്തി. ഈ പ്രതിഭാസത്തെ ഉത്തര ധ്രുവഭാഗങ്ങളിൽ അറോറ ബോറിയാലിസ് എന്നും ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ അറോറ ഓസ്ട്രാലിസ് എന്നുമാണ് പറയപ്പെടുന്നത്. ഇനി ശൈത്യ അയനാന്ത ദിനത്തിൽ അക്ഷാംശ രേഖകളിൽ പകലിൻ്റെ ദൈർഘ്യം. 90 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയിൽ പകലിൻ്റെ ദൈർഘ്യമില്ല. അതുപോലെ 66 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയിലും പകലിന് ദൈർഘ്യമില്ല. 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയിൽ പകലിൻ്റെ ദൈർഘ്യം 10 മണിക്കൂർ 30 മിനിറ്റാണ്. 0 ഡിഗ്രി അക്ഷാംശ രേഖയിൽ പകലിൻ്റെ ദൈർഘ്യം 12 മണിക്കൂറാണ്. 23.5 ഡിഗ്രി തെക്ക് അക്ഷാംശ രേഖയിൽ പകലിൻ്റെ ദൈർഘ്യം 13 മണിക്കൂർ 27 മിനിറ്റാണ്. അപ്പോൾ
23.5 ഡിഗ്രി തെക്ക് അക്ഷാംശ രേഖയിൽ പകലിൻ്റെ ദൈർഘ്യം 13 മണിക്കൂറും 27 മിനിറ്റുമാണ്. 66 ഡിഗ്രി തെക്ക് അക്ഷാംശ രേഖയിൽ പകലിൻ്റെ ദൈർഘ്യം 24 മണിക്കൂറാണ്. 90 ഡിഗ്രി തെക്ക് അക്ഷാംശ രേഖയിൽ പകലിൻ്റെ ദൈർഘ്യം 24 മണിക്കൂറാണ്. ഇനി ശൈത്യ അയനാന ദിനത്തെ തുടർന്ന് ഡിസംബർ 22-ന് ദക്ഷിണായന രേഖയിൽ നിന്നും 23.5 ഡിഗ്രി തെക്ക് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ഉത്തരായനമെന്ന് പറയുന്നു. അതായത് ശൈത്യ അയനാന ദിനത്തെ തുടർന്ന് ഡിസംബർ 22-ന് ദക്ഷിണായന രേഖയിൽ നിന്നും 23.5 ഡിഗ്രി തെക്ക് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ഉത്തരായനമെന്നും ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ജൂൺ 21 ഉത്തരായന രേഖയിൽ നിന്ന് 23.5 ഡിഗ്രി വടക്ക് ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ദക്ഷിണായനമെന്നും പറയുന്നു. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ച് ഓരോ പ്രദേശത്തും സവിശേഷമായ കാലാവസ്ഥ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഈ കാലയളവിനെ ഋതുക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണവും സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഇതിന് കാരണം. എന്താണ്? ഭൂമിയുടെ പരിക്രമണവും സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളുമാണെന്ത് ഈ ഋതുക്കൾക്ക് കാരണമാകുന്നത്. ഒരു വർഷത്തിൽ വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത്കാലം, ശൈത്യകാലം എന്നീ കാലങ്ങൾ ചാക്രികമായി ആവർത്തിക്കപ്പെടുന്നതാണ് ഋതുഭേദങ്ങൾ. വസന്തകാലം മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ്. അപ്പോൾ വസന്തകാലം എന്നാണ് മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ്. ഗ്രീഷ്മകാലം മെയ് മുതൽ ജൂൺ വരെയാണ്. വർഷകാലം ജൂലൈ മുതൽ ആഗസ്റ്റ് വരെയാണ് വർഷകാലം വരുന്നത്. ശരത്കാലം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. ഹേമന്തകാലം നവംബർ മുതൽ ഡിസംബർ വരെയാണ്. ശിശിരകാലം ജനുവരി മുതൽ ഫെബ്രുവരിയാണ്. അപ്പോൾ വസന്തകാലം മാർച്ച് മുതൽ ഏപ്രിൽ വരെ, ഗ്രീഷ്മകാലമാണെങ്കിൽ മെയ് മുതൽ ജൂൺ വരെ, പിന്നെ നമ്മുടെ വർഷകാലമാണെങ്കിൽ ജൂലൈ മുതൽ ആഗസ്റ്റ് വരെ, ശരത്കാലമാണെങ്കിൽ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ, ഹേമന്തകാലമാണെങ്കിൽ നവംബർ മുതൽ ഡിസംബർ വരെ, ശിശിരകാലമാണെങ്കിൽ ജനുവരി മുതൽ ഫെബ്രുവരി വരെ. ഓക്കെ, ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ അതിൻ്റെ അച്ചുതണ്ടിൽ 360 ഡിഗ്രി തിരിയാൻ 24 മണിക്കൂർ സമയം ആവശ്യമാണ്. അപ്പം 360 ഡിഗ്രി തിരിയാൻ 24 മണിക്കൂർ സമയം ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമിക്ക് 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂറാണ് ആവശ്യം. അപ്പം ഭൂമിക്ക് 15 ഡിഗ്രി തിരിയാൻ എന്ത് വേണം? 1 മണിക്കൂർ. അങ്ങനെയെങ്കിൽ 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റാണ് വേണ്ടത്. അപ്പം ഭൂമിക്ക് 1 ഡിഗ്രി തിരിയാൻ എത്ര മിനിറ്റ് വേണം? 4 മിനിറ്റ്. അരുണാചൽ പ്രദേശ് പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനമായ ഗുജറാത്തും തമ്മിൽ ഏകദേശം 30 ഡിഗ്രി രേഖാംശം വ്യത്യാസമുള്ളതിനാൽ 2 മണിക്കൂറോളം പ്രാദേശിക സമയം വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ അരുണാചൽ പ്രദേശും ഗുജറാത്തും തമ്മിൽ 30 ഡിഗ്രി രേഖാംശം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ 2 സംസ്ഥാനങ്ങൾ തമ്മിൽ 2 മണിക്കൂറോളം എന്തുണ്ട്? പ്രാദേശിക സമയത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയെ ഇന്ത്യയിൽ മാനക രേഖാംശ രേഖയായി കണക്കാക്കുന്നു. അപ്പം നമ്മുടെ ഇന്ത്യയുടെ മാനക രേഖാംശ രേഖ എത്രയാണ്? 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ. അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ 1 മണിക്കൂർ സമയ വ്യത്യാസത്തിൽ 24 മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. ഓരോ മേഖലയിലും 15 ഡിഗ്രി രേഖാവ്യാപ്തിയുണ്ട്. അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം 180 ഡിഗ്രി രേഖാംശ രേഖയെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായി കണക്കാക്കുന്നു. അപ്പോൾ അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം 180 ഡിഗ്രി രേഖാംശ രേഖയെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായി കണക്കാക്കുന്നു. ഇനി കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതിയാണെന്ത്? തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്നാണ്. തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എങ്ങനെയാണ് പറഞ്ഞത്? കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും ഉപയോഗിച്ചിട്ട്. എന്നാൽ കൂടുതൽ മൂലധനവും കുറഞ്ഞ തൊഴിൽ ശക്തിയും ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതിയാണെന്ത്? മൂലധന തീവ്രത സാങ്കേതിക രീതി എന്നാണ്. മൂലധന തീവ്രത സാങ്കേതിക രീതി, അതായത് കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തി ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതി. ഉൽപ്പാദകങ്ങളുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയെ 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. അതിൽ മുതലാളിത്ത വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ.
അതിൽ മുതലാളിത്ത വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൽപ്പാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതായത് സ്വകാര്യ വ്യക്തികളിലായിരിക്കും എന്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവയുടെ ഉടമസ്ഥാവകാശം. എന്നാൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ ഉൽപ്പാദക ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കും. ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതിയായിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. അപ്പം ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ ഉൽപ്പാദക ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെൻറ്റിലായിരിക്കും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെന്ത് ചെയ്യും, ഒരു ആസൂത്രണ സമിതിയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഈ ആസൂത്രണ സമിതിയായിരിക്കും എന്ത് ഇതിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. ഇനി മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില പ്രത്യേകതകൾ ഒരുമിച്ച് കാണാൻ കഴിയുന്നു. അപ്പോൾ ഈ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില പ്രത്യേകതകൾ ഒരുമിച്ച് കാണാൻ കഴിയുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആദം സ്മിത്താണ്. എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആദം സ്മിത്താണ്. ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായി സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തിയത് ആൽഫ്രഡ് മാർഷലാണ്. ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായി സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തിയത് ആൽഫ്രഡ് മാർഷൽ. ഓക്കെ, താങ്ക് യു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്.